ഇന്ന് പകൽ എന്നോട് ഇടപെടണം, എൻ്റെ കുടുംബത്തോട് ഇടപെടണം, ഞങ്ങളോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് ഇന്ന് പകൽക്കാലം വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ഇന്ന് പകൽക്കാലം ആയിരിക്കാം. ഈ സങ്കീർത്തനത്തോടെ ഞാൻ തരുവാൻ ആഗ്രഹിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു തലമുറ. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ, ഹല്ലേലൂയ, സ്വതന്ത്രം പറഞ്ഞാട്ടെ. അതിന് 1-2 വാക്യങ്ങൾ ശബ്ദത്ത് വായിച്ചാട്ടെ. അതിന്റെ 9ാമത്തെ വാക്യം വായിച്ചാട്ടെ. 9. അപ്പൊ നോക്കിക്കേ, വചനം പറയുകയാണ്, യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും, നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതലേ, ആമേ, ഹല്ലേലൂയ, ആമേ, ദൈവനാമത്തിന് വേണ്ടി നിന്നത് നിമിത്തം, ദൈവനാമത്തിന് വേണ്ടി ചെയ്യുന്നത് നിമിത്തം നിന്നെ മാത്രമല്ല നിന്റെ തലമുറയും അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നമുക്കിപ്പോൾ ഭോഷത്വം എന്നൊക്കെ തോന്നിയേക്കാം. ഇങ്ങനെയൊക്കെ നടക്കുന്നതുകൊണ്ട്, ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് കൊണ്ട്, ഇങ്ങനെയൊക്കെ വന്നതുകൊണ്ട് നമുക്ക് ഭോഷത്വം എന്ന് തോന്നിയേക്കാം. പക്ഷേ ഇന്ന് പകൽക്കാലം ഈ കഷ്ടങ്ങളെല്ലാം സഹിച്ചുകൊണ്ട് ഈ ദൈവത്തെ മഹത്വപ്പെടുത്തി നീ മുന്നോട്ട് പോയാൽ നിന്നെ മാത്രമല്ല നിന്റെ തലമുറയെയും അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ആമേ, ഹല്ലേലൂയ. നമുക്ക് വേഗത്തിൽ ആ ഭാഗത്തേക്ക് വരാം. ഹല്ലേലൂയ. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 127 സങ്കീർത്തനത്തിൽ കാണുന്നുണ്ട്, നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലിരിക്കും. ഹല്ലേലൂയ, ആമേ, ആമേ. വചനം പറയുന്നത് എങ്ങനെയാണ്? ആമേ, ആ വീരന്റെ കയ്യിലെ അസ്ത്രം എങ്ങനെയാണോ അതുപോലെയാണ് ആമേ യൗവനത്തിലെ മക്കൾ. ഹല്ലേലൂയ. അതുപോലെ എല്ലാ നിലയിലും ആമേ തലമുറയുടെ അനുഗ്രഹത്തെ കുറിച്ച് പറയുന്നത്, ആമേ, ആ തലമുറയ്ക്ക് ആ മാതാപിതാക്കൾ ആമേ ദൈവത്തിന് വേണ്ടി കൊടുത്തതായ, ദൈവത്തിന് വേണ്ടി ചെയ്തതായ എല്ലാ ദൈവപ്രവൃത്തികളും, ദൈവത്തിന് വേണ്ടി ചെയ്തതായ എല്ലാ പ്രവൃത്തികളും ദൈവം കണക്കിട്ടിട്ട് അവർ തലമുറയെ അനുഗ്രഹിക്കുകയാണ്. ഇന്ന് പകൽക്കാലവും നീ ദൈവസന്നിധി നിൽക്കുന്നത് കൊണ്ട്, വന്നത് കൊണ്ട്, ഓടുന്നത് കൊണ്ട്, ചെയ്യുന്നത് കൊണ്ട് നിന്റെ തലമുറയെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് പകൽ ഞാൻ ഉയർത്തുന്നത്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ കരമൊന്ന് ചേർത്തടിച്ച് ആ ദൈവത്തിന് സ്വോത്രം കരയറ്റി ആ വചനമൊന്ന് ഏറ്റെടുത്താട്ടെ. ഇന്ന് പകൽക്കാലത്ത് ദൈവത്തിന് വേണ്ടി ആമേ നിന്നത് കൊണ്ട് നിന്നെയും നിന്റെ തലമുറയെയും അനുഗ്രഹിക്കുന്ന ദൈവമാണ് നാം ആരാധിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഇങ്ങനെ തലമുറയെ അനുഗ്രഹിച്ച ഒരു ഭക്തനെ കുറിച്ച് തിരുവചനം രേഖപ്പെടുന്നുണ്ട്. ആമേ, ഹല്ലേലൂയ. അവന്റെ പേര് ഹേമാൻ എന്നാണ്. ഹല്ലേലൂയ. ആമേ, 1 ദിനവൃത്താന്ത പുസ്തകം 25-ാം അധ്യായം 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 1 ദിനവൃത്താന്ത പുസ്തകം 25-ാം അധ്യായം 6-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്ന, അവിടെ ആമേ 17 തലമുറകളെ കൊടുത്ത ഒരു ഹേമാൻ എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് കാണുവാൻ കഴിയുന്നു. 17 തലമുറകളുള്ള ഹേമാൻ എന്ന് പറയുന്ന ആമേ ഒരു ആമേ പ്രിയപ്പെട്ടവനെ കുറിച്ച് ഒന്ന് വായിച്ചാട്ടെ. ഹല്ലേലൂയ. 1 ദിനവൃത്താന്തം 25-ാം അധ്യായം 5-6 വാക്യം. നോക്കിക്കേ, ഇവിടെ കാണാൻ കഴിയുന്നത് ഹേമാൻ എന്ന് പറയുന്ന ആ മനുഷ്യനെ കുറിച്ചാണ് കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അവനെ 17 തലമുറകൾ ദൈവം കൊടുത്തു. സ്വോത്രം. ഹല്ലേലൂയ. അവിടെ കാണുന്ന എന്താണ് പറഞ്ഞത്? അവർ ദൈവാലയത്തിൽ, രാജാവിൻ്റെ ആലയത്തിൽ എന്ത് ചെയ്തു? അവരെ ശുശ്രൂഷക്കാരായി ദൈവം നിയോഗിച്ചു. സ്വോത്രം. ദൈവത്തിന് വേണ്ടി നിന്ന ഹേമാനെ എന്ത് ചെയ്തു? അവന്റെ തലമുറയെ ദൈവം അനുഗ്രഹിച്ചു. സ്വോത്രം പറയുന്നില്ല. ഹല്ലേലൂയ. സ്വോത്രം പറയുന്നില്ല. ഹല്ലേലൂയ. ആമേ, ഹല്ലേലൂയ. ആമേ, മാത്രമല്ല 102-ാം സങ്കീർത്തനം അതിന്റെ 2-ാമത്തെ വാക്യം വായിക്കുന്നത് എന്താണ്? 102-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. വായിക്കുന്നത് ഇങ്ങനെയാണ്, കഷ്ടദിവസത്തിൽ മതി, വാക്യം മാറിപ്പോയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഹേമാനെ സംബന്ധിച്ച് പറഞ്ഞത്
ഹല്ലേലൂയ. ഇങ്ങനെയാണ് പറയുന്നത്, ആമേ, അവൻ ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ളവനായി തീർന്നു. സ്തോത്രം. അപ്പൊ ദൈവത്തിന് വേണ്ടി പ്രയോജനമായി തീർന്നപ്പോൾ അവന് സന്താന പുഷ്ടികളായി എന്ത് ചെയ്തു? ദൈവം അവന് 17 തലമുറയെ കൊടുത്തു. സ്തോത്രം. അപ്പൊ ദൈവത്തിന് വേണ്ടി നിന്നാൽ ആമേ, ഹല്ലേലൂയ, സന്താനങ്ങളെ കൊണ്ട് ദൈവം നിറയ്ക്കും. ഹല്ലേലൂയ. അല്ല, ദൈവത്തിന് വേണ്ടി ഒരു ചുവട് വെച്ചാൽ ആമേ, സന്താനങ്ങളെ കൊണ്ട് ദൈവം നിന്നെ നിറയ്ക്കുക തന്നെ ചെയ്യും. മാത്രമല്ല, 107 സങ്കീർത്തനത്തെ പോലെ അവർ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ആമേ കൂടി നിൽക്കും. ഹല്ലേലൂയ. ആമേ, 107 സങ്കീർത്തനത്തിൽ തന്നെ പറയുന്നുണ്ട്, ആമേ, ഇങ്ങനെ തലമുറയുള്ള ഇങ്ങനെ ആമേ സന്താനങ്ങളെ കൊണ്ട് നിറച്ച ഒരു ദൈവ മനുഷ്യനെ സംബന്ധിച്ച് അവൻ പട്ടണവാതിൽക്കൽ തങ്ങളുടെ ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ താണു പോകത്തില്ല, വീണു പോകത്തില്ല, പതറിപ്പോകത്തില്ല എന്ന് 127 സങ്കീർത്തനത്തിൽ വിളിച്ചു പറയുന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? ആമേ, എന്താ വിഷയം? ശത്രുക്കളോട് ഇടപെടുമ്പോൾ ആ ശത്രുക്കൾ ഒന്ന് പേടിക്കും. കാരണം എന്താ? ആമേ, നല്ല ആമ്പിള്ളേർ അല്ലെങ്കിൽ നല്ല പിള്ളേർ ആർക്കുണ്ട്? ഇവരുണ്ട്. അതുകൊണ്ട് ആരും എന്ത് ചെയ്യത്തില്ല, എതിരിടാൻ വരികയല്ല. ഒരു തോത്രം പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. നോക്കിക്കേ, തലമുറയെ കൊണ്ട് ദൈവം നിറച്ചു, സന്തതിയെ കൊണ്ട് നിറച്ചു. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരോട് ആരും എതിരിടാൻ നിൽക്കുന്നത്. അതുകൊണ്ടാണ് സംഗീതക്കാരൻ പറയുന്നത്, അവർ പട്ടണവാദിക്കൽ തങ്ങളുടെ ശത്രുക്കളോട് ആമേ വാദിക്കുമ്പോൾ അവർ പതറിപ്പോകത്തില്ല. കാരണം ഹല്ലേലൂയ, അവന്റെ പിറകിൽ ഒരു പറ്റം തലമുറകളെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. നോക്കിക്കേ, അങ്ങനെ സന്താനങ്ങളെ കൊണ്ട് ദൈവം നിറയ്ക്കുക തന്നെ ചെയ്യും. ഹേമാനെ സംബന്ധിച്ച് അവൻ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് 17 തലമുറകളെ കൊടുത്തു. ആമേ, ഹല്ലേലൂയ. 17 തലമുറകളും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്തു. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. ഭൂമിയിൽ സന്തതി ബലപ്പെട്ടിരിക്കും. അപ്പോൾ ആമേ, അടുത്ത ഭാഗം ആമേ പറയാൻ ആഗ്രഹിക്കുന്നത് ബർസിയായി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ്. 2 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം 27-28 വാക്യത്തിലേക്ക് വരുമ്പോൾ, 2 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം 27-28 വാക്യത്തിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നത്, ഒരു മനുഷ്യനെ കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ബർസിയായി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. ഹല്ലേലൂയ. 2 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം 27-28. മതി. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ വെട്ടത്തിന് ചില പ്രശ്നമുണ്ടല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. നമുക്കതെല്ലാം പരിഹരിക്കാം. ഹല്ലേലൂയ. നോക്കിക്കേ, ദാവീദ് തന്റെ മകനായ അബ്ശാലോമിനെ ഭയന്നിട്ട് കാട്ടിൽ ഒളിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ചാണ് അവിടെ പറയാൻ കഴിയുന്നത്. സ്തോത്രം. മഹനീം എന്ന് പറയുന്ന ദേശത്ത് ആമേ ദാവീദ് പാർക്കുമ്പോ ദാവീദിന് ഭക്ഷിക്കാൻ ആമേ ആഹാരങ്ങൾ ദാവീദ് അവിടെ ഇരിക്കുന്നു എന്ന് അറിഞ്ഞിട്ട് ആ ദേശത്തെ ധനികനായ ഒരു മനുഷ്യനാണ് നാം വായിച്ചതായ ബർസില്ലായി എന്ന് പറയുന്ന മനുഷ്യൻ. ആ ദേശത്തിനെ ധനികനായ ഒരു മനുഷ്യൻ എന്താ ചെയ്തത്? ആ മനുഷ്യൻ ചെയ്തത്, തൻ്റെ ധനം നോക്കാതെ, തൻ്റെ മാനം നോക്കാതെ, തൻ്റെ സ്ഥാനം നോക്കാതെ, താൻ ഒരു ധനികനാണെന്ന് ഒന്നും നോക്കാതെ, അവൻ ദാവീദ് എന്ന് പറയുന്ന ഒരു രാജാവ് ഈ കാട്ടിൽ ഒളിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? ഹല്ലേലൂയ. ആമേ തനിക്ക് കഴിക്കുവാനുള്ള ആഹാരങ്ങളും തനിക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം എന്ത് ചെയ്തു? ആ മനുഷ്യൻ കൊണ്ടെത്തിച്ചു കൊടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. ആമേ ബർസില്ലായി എന്ന് പറയുന്ന മനുഷ്യൻ തൻ്റെ സ്ഥാനങ്ങൾ നോക്കാതെ, തൻ്റെ മാനങ്ങൾ നോക്കാതെ, മാന്യതകൾ നോക്കാതെ ഹല്ലേലൂയ കൊണ്ട് കൊടുക്കാൻ തയ്യാറായി. ഹല്ലേലൂയ. ദാവീദ് എന്ന് പറയുന്ന രാജാവിനെ കുറിച്ച് മാത്രമല്ല അദ്ദേഹം അറിഞ്ഞത്, ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്തതും കൂടെ അറിഞ്ഞു. സ്തോത്രം പറയുന്നില്ല? സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അവൻ ദാവീദ് കേവലം ഒരു രാജാവല്ലെന്നും അവൻ ദൈവത്താൽ അഭിഷേകം പ്രാപിച്ച് ഒരു അഭിഷിക്തനാണെന്നും അറിഞ്ഞുകൊണ്ട് ബർസില്ലായി എന്ത് ചെയ്തു? ഹല്ലേലൂയ. താൻ പാർക്കുന്ന ഇടത്ത് ചെന്നിട്ട് തനിക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം എന്ത് ചെയ്തു? കൊണ്ട് എത്തിച്ചു കൊടുത്തു, തൻ്റെ പദവി നോക്കാതെ. സ്തോത്രം പറയുന്നില്ല? ഇന്ന് പകൽ ദൈവത്തിൻ്റെ പൈതലേ, ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ സഭയ്ക്ക് വേണ്ടി, ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർക്ക് വേണ്ടി, ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവർക്ക് വേണ്ടി ആമേ നീ എന്തു കൊടുത്താലും അളന്നിട്ട് ദൈവം നിന്നെ അനുഗ്രഹിക്കും.
സ്തോത്രം. രാജാവെന്ന് നോക്കാതെ അദ്ദേഹം ഒരു അഭിഷിക്തൻ എന്ന് കണ്ടിട്ട് എന്ത് ചെയ്തു? അവിടെ അവൻ രാജാവിനെ, ആ ദാവീദിനെ പോഷിപ്പിക്കുക, തനിക്ക് ആവശ്യമായുള്ള എല്ലാം കൊണ്ട് എത്തിച്ചു. ഇന്ന് പകൽക്കാലം ഈ വചനത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയാം, നമ്മുടെ സ്ഥാനങ്ങൾ നോക്കണ്ട, നമ്മുടെ മാനങ്ങൾ നോക്കണ്ട, നമ്മുടെ മാന്യതകൾ നോക്കണ്ട. നീ വാരി വിതറി കൊടുത്താൽ ദൈവം നിന്നെ വാരി വിതറി അനുഗ്രഹിക്കും. വിശ്വസിക്കുന്ന സ്വത്രം പറ, സ്വത്രം പറ, ദൈവത്തിന് സ്വത്രം പറ. നീ ചെയ്യുന്നതിനൊക്കെ പ്രതിഫലം എൻ്റെ ദൈവം തരും. നീ ദൈവത്തിന്റെ നാമം എന്ന് വിചാരിച്ചുകൊണ്ട്, ദൈവത്തിന്റെ മക്കൾ എന്ന് വിചാരിച്ചുകൊണ്ട്, ദൈവത്തിന്റെ ദാസൻ എന്ന് വിചാരിച്ചുകൊണ്ട്, ദൈവത്തിന്റെ പൈതൽ എന്ന് വിചാരിച്ചുകൊണ്ട് നീ ഒരു പാത്രം വെള്ളം കൊടുത്താൽ ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയുന്നു, ദൈവം നിന്നെ സമൃദ്ധിയായി മാനിക്കുന്ന ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഏറ്റെടുക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുകയാണ്. അപ്പൊ ബർസില്ലായി എന്ന് പറയുന്ന മനുഷ്യൻ തനിക്ക് രാജാവിന് ആവശ്യമായിട്ടുള്ള എല്ലാം കൊണ്ട് എത്തിച്ചു കൊടുത്തു. സ്തോത്രം, ഹല്ലേലൂയ. നോക്കിക്കേ, ഈ ഒളിച്ചിരുന്ന കാലഘട്ടം, ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് ദാവീദ് ആ ഇരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് മടങ്ങി വരുമ്പോൾ, തിരികെ വരുന്ന ആ സമയത്ത് നമുക്ക് കാണാൻ കഴിയും 19-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, അതിൻ്റെ 19-ാം അധ്യായത്തിൽ 19-ാം അധ്യായത്തിന്റെ 32-33 വാക്യത്തിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. ദാവീദ് ഹല്ലേലൂയ മടങ്ങി പോരുന്ന സമയത്ത് യാബോക്ക് കടവിന്റെ അരികിൽ നിൽക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് അനേകം ആളുകൾ ഹല്ലേലൂയ, പ്രായമുള്ളവർ, പ്രായം കുറഞ്ഞവർ, പ്രായത്തിൽ എളുപ്പമുള്ളവർ എന്ന നിലയിൽ ഒരുപറ്റം ആളുകൾ ദാവീദിനെ യാത്രയൊക്കെ വന്നു നിൽക്കുമ്പോൾ ആ യാത്രക്ക് ആ ആൾക്കാരുടെ കൂട്ടത്തിന്റെ ഇടയിലേക്ക് ദാവീദിന്റെ കണ്ണൊന്ന് പാഞ്ഞു നോക്കിയപ്പോ അതെ വന്യ വയോധികനായ ഒരു മനുഷ്യൻ ഇങ്ങനെ നിൽക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ ശരീരങ്ങൾ ചുക്കി ചുളിഞ്ഞുകൊണ്ട് അത് പ്രായാധിക്യത്തിന്റെ ആ ശക്തിയോടെ, ആ അനുഭവത്തോടെ, ഹല്ലേലൂയ, ദാവീദിനെ യാത്രയയക്കുന്ന ആ ജനത്തിന്റെ ഇടയിൽ നിൽക്കുകയാ. ദാവീദിന്റെ കണ്ണിങ്ങനെ സൂക്ഷിച്ചു നോക്കിയപ്പോ ദാവീദിന് മനസ്സിലായി, താനായിരുന്ന ആ കാലഘട്ടത്തിൽ തനിക്ക് ആവശ്യമായ ആഹാരം കൊണ്ടുതന്ന, ആവശ്യമായിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും കൊണ്ടുതന്ന ബർസില്ലായി എന്ന് പറയുന്ന മനുഷ്യനല്ലേ ആ നിൽക്കുന്നത്. ഹല്ലേലൂയ. നാം വിളിച്ചിട്ട് പറഞ്ഞു, ഹല്ലേലൂയ, ബർസില്ലായിയോ ഹല്ലേലൂയ 80 വയസ്സുള്ള ഒരു വയോധികനായിരുന്നു. സ്തോത്രം. രാജാവ് മഹനീമിൽ പാർത്തിരുന്ന കാലത്ത് അവൻ ഭക്ഷണ സാധനങ്ങൾ അയച്ചു കൊടുത്തു. സ്തോത്രം. അവൻ മഹാധനികനായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. രാജാവ് ബർസില്ലായിയോട് പറയുന്ന 33-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: എന്നോടുകൂടെ വരിക, ഞാൻ നിന്നെ യെരൂശലേമിൽ എൻ്റെ അടുക്കൽ പാർപ്പിക്കും, പാർപ്പിച്ച് രക്ഷിക്കുമെന്ന്, ഹല്ലേലൂയ, രക്ഷിക്കുമെന്ന് പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. നോക്കിക്കേ, രാജാവ് യാത്രയാകാൻ നിൽക്കുമ്പോൾ ആൾക്കാരുടെ കൂട്ടത്തിൽ ഈ മനുഷ്യനെ കണ്ട് നോക്കിയപ്പോൾ വന്യ വയോധികനായ മനുഷ്യൻ. വചനം പറയുന്നു അവൻ 80 വയസ്സുള്ളവനായിരുന്നു. അടുത്ത വാക്യം എന്താ പറയുന്നത്? അവൻ ധനികനായിരുന്നു. സ്തോത്രം. എല്ലാ നിലയിലും ജീവിക്കാനുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഉണ്ട്. അപ്പൊ രാജാവ് പറയുക, നീ എൻ്റെ കൂടെ പോര് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഉണ്ടായിട്ടും ജീവിക്കാൻ പറ്റുന്നില്ലെന്ന് മനസ്സിലാവർക്ക് സ്തോത്രം ചെയ്യുന്നു. എന്താണ്? ധനമുണ്ട്, സ്ഥാനങ്ങളുണ്ട്, മാനങ്ങളുണ്ട്, പക്ഷെങ്കിൽ ജീവിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ നിൽക്കുകയാ. അതുകൊണ്ടല്ലേ രാജാവ് പറഞ്ഞത്, എൻ്റെ കൂടെ പോരുക, ഞാൻ നിന്നെ അവിടെ പാർപ്പിച്ച് രക്ഷിക്കാമെന്ന്. സ്തോത്രം പറയുന്നില്ല. ഹല്ലേലൂയ. നോക്കിക്കുക, അപ്പൊ ദൈവത്തിന്റെ ദാസന് വേണ്ടി ആ കാര്യങ്ങൾ ചെയ്തു കൊടുത്തതായ, ആഹാരം അയച്ചു കൊടുത്തതായ ആ മനുഷ്യനെ ദാവീദ് എന്ത് ചെയ്യുക? വിളിച്ചു കൊണ്ടുവരികയാ. സ്തോത്രം, ഹല്ലേലൂയ. വിളിക്കുക എന്താ പറയുന്നത്? ഞാൻ നിന്നെ രക്ഷിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ആ കാലങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയപ്പോൾ ഹല്ലേലൂയ നമുക്ക് കാണാൻ കഴിയുന്ന 1 രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ, 1 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, 1 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം എടുത്തവർക്ക് ശബ്ദം ഉയർത്തി ഒന്ന് വായിക്കും. ഹല്ലേലൂയ. ബർസില്ലായി. നോക്കിക്കേ, രാജാവായിരിക്കുന്ന ആ ദാവീദ് തന്റെ മകനായ ശലോമോനെ വിളിച്ചിട്ട് പറയുന്ന ഒരു ആലോചനയാണ്. സ്തോത്രം, ഹല്ലേലൂയ. നോക്കിക്കേ, ഒരു കാലഘട്ടങ്ങൾക്ക് പിറകിൽ തനിക്ക് വേണ്ടി ആഹാരം കൊണ്ടെത്തിച്ച മനുഷ്യനെ ഹല്ലേലൂയ ദാവീദ് ഇന്നും ഓർക്കുകയാ. നോക്കിക്കേ, എന്താ കാരണം? ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ പേര് മറന്നുപോയില്ല. നോക്കിക്കേ, അവനെ കുറിച്ചുള്ള ഓർമ്മ അവനെ വിട്ടുപോയില്ല. നോക്കിക്കേ, എന്താ സംഭവിച്ചത്? തന്റെ കാലം കഴിഞ്ഞു തന്റെ മകന്റെ കാലത്തിലേക്ക് വന്നപ്പോൾ മകനെ വിളിച്ച് അടുത്ത് നിർത്തിയിട്ട് പറയുകയാണ്, ബർസില്ലായി എന്ന് പറയുന്ന ഒരു ആളുണ്ട്, നീ അവനെ മറന്നു പോകരുത്, അവന്റെ തലമുറയെ
മറന്നു പോകരുത്. അവരോട് ദയ കാണിക്കണം. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് പകൽക്കാലം ആർക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് പകൽക്കാലം നീ ചെയ്തത് ഒരു മനുഷ്യനും കണ്ടിട്ടില്ലായിരിക്കാം. നീ ചെയ്തത് ആരും കേൾക്കുന്നില്ലായിരിക്കാം. എന്നാൽ ഇന്ന് പകൽക്കാലം നീ ചെയ്യുന്നതും നീ കൊടുത്തതും നീ ഓടുന്നതും നീ അധ്വാനിക്കുന്നതും ദൈവത്തിന് വേണ്ടി ഓടുന്നതും ചെയ്യുന്നതുമൊക്കെ കണക്കിടുന്ന ദൈവം തലമുറകൾ കഴിഞ്ഞിട്ട് വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ, ബർസില്ലായിയുടെ മക്കൾക്ക് നീ ദയ കാണിക്കണം. ഇന്ന് പകൽക്കാലം ഓരോരുത്തരുടെ പേരെടുത്തുകൊണ്ട് എന്റെ ദൈവം പറയുന്നു, ഇന്ന ആളുകളുടെ തലമുറയെ ദൈവം അനുഗ്രഹിക്കണം. നിങ്ങൾ അനുഗ്രഹിക്കണം, അനുഗ്രഹിക്കണം. ഓ ശബരഗമന സന്ദരഗമന കാലങ്ങൾ എത്ര കഴിഞ്ഞാലും, നീ എത്ര പായാധിക്യത്തിൽ വന്നാലും, നീ യൗവനത്തിൽ ഓടിയതും ചെയ്തതുമൊക്കെ ഓർത്തുകൊണ്ട് നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ യെരൂശലേമിന്റെ നന്മയെ കാണും. നീ മക്കളെയും മക്കളുടെ മക്കളെയും കാണും. കരമടിച്ചുകൊണ്ട് സ്തോത്രം ചെയ്ത് ആ ദൈവത്തിന് ആത്മാർത്ഥമായ ആരാധന കൊടുക്കട്ടെ. യഹോവ സീയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. നീ ആയിരിക്കുന്ന ഈ ഭൂമിയിൽ, ഇപ്പോൾ ആയിരിക്കുന്ന ഈ അവസ്ഥയിൽ നീ നേരോടെ ജീവിച്ചാൽ ഒരു മനുഷ്യനെയും ബോധ്യപ്പെടുത്തണ്ട. ഒരു മനുഷ്യന്റെ മുമ്പിലും നീ നിന്നെ ബോധ്യപ്പെടുത്തണ്ട. നിന്റെ ദൈവത്തിന്റെ കോടതിക്കകത്ത്, ആ വിധിക്കകത്ത് നേരുള്ളവരുടെ കൂട്ടത്തിലാണോ നീ? അങ്ങനെയെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, 1000 തലമുറ കടന്നു കഴിഞ്ഞാലും അവന്റെ ദയ വിട്ടു മാറത്തില്ല. അവന്റെ ദയ വിട്ടു മാറത്തില്ല. തന്നെ സ്നേഹിക്കുന്ന, തന്റെ വചനത്തെ പ്രമാണിക്കുന്ന അവരുടെ 1000 തലമുറ വരെ ദയ കാണിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ഇന്ന് പകൽ ഹൃദയം കൊണ്ട് പറ, എന്റെ കർത്താവേ, എനിക്ക് പറയാനോ പുകഴുവാനോ മറ്റൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഞാൻ എന്റെ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന കുടുംബമാണ്. ഹല്ലേലൂയ. നമ്മുടെ അടുത്തുള്ള അല്ലെങ്കിൽ പണമുള്ള ആളുകൾ, ഹല്ലേലൂയ, അവർ ചെയ്യുന്ന പോലൊന്നും നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ലായിരിക്കാം. ഹല്ലേലൂയ. അവർ ചെയ്യുന്ന പോലൊന്നും ഒരു പക്ഷെ നമ്മൾ ചെയ്യുന്നില്ലായിരിക്കാം. പക്ഷേ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട കൂട്ടത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി വേർതിരിച്ച ഒരു വ്യക്തിക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി വേർതിരിച്ച ഒരു സഭയ്ക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി വേർതിരിച്ച ഒരു അഭിഷിക്തന് വേണ്ടി നീ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ, നിന്റെ തലമുറയെ അളന്നിട്ട് ഹല്ലേലൂയ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നോക്കിക്കേ, തൻ്റെ പദവി കഴിഞ്ഞ് അടുത്ത രാജാവ് വന്നപ്പോൾ, മകൻ രാജാവായപ്പോൾ വിളിച്ചു പറഞ്ഞു, ദാവീദ് പറയുകയാണ്, ബർസില്ലായിയുടെ തലമുറയ്ക്ക് നീ ദയ കാണിക്കണം. അത് മറ്റൊന്നുമല്ല, ഞാൻ പാർത്തിരുന്ന ദേശത്ത് എനിക്ക് ആഹാരമില്ലായിരുന്നപ്പോ, എനിക്ക് കുടിക്കുവാൻ വെള്ളമില്ലായിരുന്നപ്പോ ഈ മനുഷ്യൻ എനിക്ക് വേണ്ടി തന്നത് നീ ഓർത്ത് ദയ കാണിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അതിന് ഹല്ലേലൂയ പത്രത്തിൽ വരണമെന്നില്ല, ബാനർ പോസ്റ്റ് ഇടണമെന്നില്ല, ഫേസ്ബുക്കിനകത്ത് വലിയ അക്ഷരത്തിൽ എഴുതി ഫേസ്ബുക്ക് മാധ്യമത്തിൽ കാണിക്കണമെന്നില്ല, നീ സോഷ്യൽ മീഡിയ വൈറലാകണമെന്നില്ല. ആരും കാണാതെയാണെങ്കിലും നീ ചെയ്യുന്നതിനെ ഓർത്ത് അളന്നിട്ടുകൊണ്ട് നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. മനുഷ്യൻ പ്രീതി തന്നില്ലെങ്കിലും, മനുഷ്യൻ നിന്നെ പ്രശംസിച്ചില്ലെങ്കിലും, ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയുന്നു, നീ ചെയ്യുന്നതിനെല്ലാം എന്റെ ദൈവം ദയ കാണിക്കും, എന്റെ ദൈവം ദയ കാണിക്കും. വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞാട്ടെ. ദാവീദിന്റെ അടുത്ത തലമുറ വന്നപ്പോ എന്ത് ചെയ്തു? സ്വതന്ത്രം ദാവീദ് പറയുകയാണ്, ജീവിച്ചിരുന്ന ദാവീദ് പറഞ്ഞു, ബർസില്ലായിയെ മറക്കരുത്. ഹല്ലേലൂയ. ഞാൻ ഏകാന്തവാസം ചെയ്തപ്പോൾ, എനിക്ക് കുടിക്കുവാൻ വെള്ളമില്ലായിരുന്നപ്പോൾ, കഴിക്കാൻ ആഹാരമില്ലായിരുന്നപ്പോൾ, എനിക്ക് വേണ്ടി ഹല്ലേലൂയ ചെയ്ത അവൻ്റെ തലമുറകൾ അവർക്ക് നീ ദയ കാണിക്കണം. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നമ്മുടെ ദൈവം ദയ തരുന്ന ദൈവമാണ്, നമുക്ക് വേണ്ടി ദയ കാണിക്കുന്ന ദൈവമാണ്, 1000 തലമുറ വരെ ദയ കാണിക്കുന്ന ദൈവമാണ്. വിശ്വസിക്കുന്നവർ കരം ഉയർത്തി ആ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ.
എബ്രായ ലേഖനം 6-ാം അധ്യായം 10-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ കാണുന്നു, എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ അതിന്റെ 10-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. എടുത്തവർ വേഗത്തിൽ വായിച്ചു. എബ്രായ ലേഖനം 6:10. ഇത് നമ്മുടെ സഭയ്ക്കുള്ള ദൂതാണ്. ദൈവം അനീതിയുള്ള ദൈവമല്ല. ദൈവത്തിന്റെ സന്നിധിയിൽ നോക്കിക്കേ, നിങ്ങളുടെ ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും സ്വന്തം നോക്കിക്കേ, ശുശ്രൂഷിച്ചിട്ടുള്ളവർക്കും ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഉള്ള ദൂതാ. സ്വന്തം പറയുന്നേ. ഹല്ലേലൂയ. നിങ്ങൾ വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചിട്ടുള്ളത് കൊണ്ടും ഇനി ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നതുമൊക്കെ ചേർത്തുകൊണ്ട് പറയുകയാണ്, തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയാൻ അവൻ അനീതിയുള്ള ദൈവമല്ല. സ്തോത്രം. തന്റെ നാമത്തിന് വേണ്ടി ചെയ്തവരെല്ലാം ദൈവം അനുഗ്രഹിക്കും. ഹല്ലേലൂയ. തന്റെ നാമത്തിന് വേണ്ടി ചെയ്തവരെല്ലാം ദൈവം അനുഗ്രഹിക്കും. സ്തോത്രം പറഞ്ഞേ. അല്ലെങ്കിൽ 2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ 2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. 2 രാജാക്കന്മാരുടെ അധ്യായം 3-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. ദേശത്ത് വെള്ളമില്ലാതെ എല്ലാവരും ഭാരപ്പെട്ട് നിൽക്കുമ്പോൾ ഹല്ലേലൂയ രാജാവ് ചോദിക്കുന്നു, ഇതിന് പരിഹാരം എന്ത് ചെയ്യും? ഹല്ലേലൂയ. അങ്ങനെ ചോദിക്കുമ്പോൾ ബാല്യക്കാരിൽ ഒരുവൻ വിളിച്ചു പറയുകയാണ്, എന്നാൽ യഹോശാഫാത്ത് നാം യഹോവയോട് 11-ാമത്തെ വാക്യം. എന്നാൽ യഹോശാഫാത്ത് ഏലിയാവിന്റെ കൈക്ക് വെള്ളമൊഴിച്ചതായ ശാഫാത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. സ്തോത്രം. നോക്കിക്കേ, തലമുറകളെ ദൈവം പേരെടുത്ത് വിളിക്കുകയാ. സ്തോത്രം പറഞ്ഞു. ഇന്ന് പകൽക്കാലം ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിന്റെ തലമുറ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവാ. നിന്റെ തലമുറകളെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുക. അഭിഷേകത്തോടെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാ. നീ ദൈവനാമത്തിന് വേണ്ടി ചെയ്തതുകൊണ്ട് തലമുറകൾ എഴുന്നേൽക്കാൻ പോവുകയാ. എൻ്റെ ആഗ്രഹവും ഞാൻ ആഗ്രഹിക്കുന്ന ഞാൻ പ്രാർത്ഥിക്കുന്നതും എൻ്റെ കുഞ്ഞുങ്ങൾ ശക്തിയോടെ എഴുന്നേൽക്കണം. അവർ ശുശ്രൂഷയിൽ നമുക്ക് പങ്കാളിത്തമായി തീരണം. ഹല്ലേലൂയ. നീ ദൈവനാമത്തിന് വേണ്ടി ചെയ്തതുകൊണ്ട് ദൈവം നിന്റെ തലമുറ എഴുന്നേൽപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നെങ്കിൽ ആ കരം ഉയർത്തി ആ ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഇന്ന് പകൽ എൻ്റെ കുഞ്ഞുങ്ങൾ ദൈവത്തിന് വേണ്ടി പ്രയോജനമായി തീരണമെന്ന് വിശ്വസിക്കുന്ന പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ ദൈവാത്മ വിളിച്ചു പറയുന്നു. നീ ദൈവത്തിന് വേണ്ടി വിശുദ്ധന്മാർക്ക് വേണ്ടി ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും ഹല്ലേലൂയ അവന്റെ നാമത്തോട് കാണിച്ച സ്നേഹനിമിത്തം അവൻ മറന്നു കളയാൻ അവൻ അനീതിയുള്ള ദൈവമല്ലെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. ഹല്ലേലൂയ. അവൻ ശാഫാത്തിന്റെ മകനായ ഒരു എലീശ ഉണ്ടെന്ന്. സ്വത്രം. ഏലിയാവിന്റെ കൈക്ക് വെള്ളമൊഴിച്ച ഒരു ഏലീശയുണ്ട്. ഹല്ലേലൂയ. എന്ത് ചെയ്യണം? നിങ്ങൾ അവനെ വിളിച്ചോണ്ട് വരണം. നോക്കിക്കേ, ഏലിയാവിന്റെ പകരക്കാരനായി ഏലീശയെ ദൈവം തെരഞ്ഞെടുക്കാൻ ഒറ്റ കാര്യമേ ഉള്ളൂ, അവന്റെ അപ്പന്റെ ഗുണമാണ്. സ്വത്രം പറയുന്നില്ല. സ്വത്രം പറഞ്ഞേ. നോക്കിക്കേ, തലമുറകളെ ദൈവം തെരഞ്ഞെടുത്ത എന്തുകൊണ്ടാ? ആ തലമുറയെ ഏലീശയെ ദൈവം തെരഞ്ഞെടുത്ത എന്തുകൊണ്ടാ? ഹല്ലേലൂയ. അവന്റെ അപ്പൻ എന്ത് ചെയ്തു? ശുശ്രൂഷ ചെയ്തു. ആർക്ക്? ഏലിയാവിന് ശുശ്രൂഷ ചെയ്തു. സ്വത്രം. ആ പേരടക്കം പറയുകയാണ് ശാഫാത്തിന്റെ മകനായ ഏലീശയുണ്ട്. ഈ പുള്ളി ഇതൊന്നും അറിയാതെ നിൽക്കുക. എവിടെയാ എലീശയെ തിരഞ്ഞെടുക്കുമ്പോൾ ഏലിയാവ് തിരഞ്ഞെടുക്കുമ്പോൾ എലീശ എവിടെയാണെന്ന് അറിയാമോ? സ്വത്രം. ഹല്ലേലൂയ. എന്ത് ചെയ്യ? കാളയെ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. കാളയെ പൂട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്നാണ് എന്ത് ചെയ്തത്? വിളിച്ചെടുത്തുകൊണ്ട് വന്നത്. സ്വത്രം പറയുന്നില്ല. അപ്പോൾ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പൈതലേ, ഇത് നമ്മൾ ഇപ്പോൾ ഇത് ചുമക്കുന്നത് കൊണ്ട്, ഇപ്പോൾ ഇത് കൊണ്ട് നടക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ആയിരിക്കുമെന്ന് വിചാരിക്കരുത്. എൻ്റെ ദൈവം അവരെ എഴുന്നേൽപ്പിക്കും.
സ്തോത്രം. ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ കൃത്യമായും പുതപ്പവരുടെ മേൽ വീഴും. സ്തോത്രം പറയുന്നില്ല. ചില ശുശ്രൂഷക്കാർ ഇതിനകത്തുണ്ടെന്നേ, നമ്മുടെ കുടുംബങ്ങളിനകത്ത് ചില തലമുറകൾ ശുശ്രൂഷക്കാരായി എഴുന്നേക്കാൻ പോവുകയാണ്. ഇന്ന് നിങ്ങൾ വചനപ്രകാരം എഴുതി വെച്ചോ. ഹല്ലേലൂയ. ആമേ, കാലങ്ങൾ കഴിഞ്ഞ് ആ മനുഷ്യനെ പോലെ ദൈവം ആയുസ് തന്നാൽ 80 വയസ്സൊക്കെ ആകുമ്പോൾ ഒരുപക്ഷെ ഞാനൊക്കെ അത് കാണുമായിരിക്കും. ഒരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. നീ ആത്മാർത്ഥമായി ഈ ദൈവത്തെ സേവിച്ചോ, നീ ആത്മാർത്ഥതയോടെ ഈ ദൈവത്തിന് വേണ്ടി ചെയ്തു, നീ ആത്മാർത്ഥതയോടെ ഈ സഭയോട് ചേർന്ന് നിന്നു, ദൈവം നിന്റെ തലമുറ അനുഗ്രഹിക്കുന്ന ആമേ ദിനങ്ങൾ അതിവിദൂരമല്ല. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതലേ, ആരും പോസ്റ്ററിൽ കൊണ്ടിട്ടില്ലെങ്കിലും, ആരും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തില്ലെങ്കിലും, ഇന്ന് പകൽക്കാലം നീ ചെയ്യുന്ന പ്രവൃത്തിയെ ആമേ വ്യക്തമായി കണ്ട് അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നീ ആരാധിക്കുന്നത് എന്ന ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ ആ കരമൊന്ന് ചേർത്തടിച്ച് ആ ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് അതൊന്ന് ഏറ്റെടുക്കുക. ഹല്ലേലൂയ. നോക്കിക്കേ, സ്തോത്രം. ദാവീദിന് ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുത്ത ബർസില്ലായിയുടെ തലമുറക്ക് ആമേ ദാവീദിന്റെ മകനായ ആമേ ശലോമോന്റെ കാലത്ത് ദയ കിട്ടി. സ്തോത്രം പറയുന്നില്ല. ഏലിയാവിന്റെ കാലത്ത് അവനെ ശുശ്രൂഷിച്ചത് കൊണ്ട് ഏലിയാവ് ചെയ്ത ശുശ്രൂഷ നിന്നു പോകാതെ ആമേ ശാഫാത്തിന്റെ തലമുറയെ കൊണ്ട് അത് ദൈവം ജയിച്ചു. സ്തോത്രം പറയുന്നില്ല. ഒരു തലമുറ മാറിപ്പോയത് കൊണ്ട് ഇവിടെ കൊണ്ട് തീർന്നു എന്നല്ല, മറിച്ച് അടുത്ത തലമുറ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ശാഫാത്തിന്റെ മകനായ ഏലീശയെ ദൈവം എഴുന്നേൽപ്പിച്ചു. നോക്കിക്കേ, നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു ദമ്പതിമാരെ കാണാൻ കഴിയുന്നുണ്ട്. ആമേ എലിസബത്ത് എന്ന് പറയുന്ന ആ സ്ത്രീയും ആമേ സക്കറിയാവ് എന്ന് പറയുന്ന മനുഷ്യനും, അവർ രണ്ടുപേരും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഒരു ശുശ്രൂഷ ചെയ്യണമെന്ന്. അന്നത്തെ കാലത്ത് ചീട്ടിട്ട് കിട്ടണം. ഓരോ കുടുംബത്തിനും ഓരോ കുലത്തിനും ഓരോ വ്യക്തികൾക്കും ചീട്ടിട്ട് ഹല്ലേലൂയ ചീട്ട് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ആർക്കാണോ ആ ചീട്ട് വീഴുന്നത് അവരാണ് ശുശ്രൂഷക്കാരായി തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ കാലങ്ങൾ കാത്തിരുന്നു, ശുശ്രൂഷയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് കാത്തിരുന്ന വയോധികരായ രണ്ട് മനുഷ്യർ. ഹല്ലേലൂയ. ഒരു കുടുംബത്തിലെ ഭാര്യയും ഭർത്താവും. നോക്കിക്കേ, അവർക്ക് നാളുകളായി കുഞ്ഞുങ്ങളില്ല. നോക്കിക്കേ, അല്ലെങ്കിൽ വളരെ ക്ഷീണത്തോടെ, വളരെ വാർദ്ധക്യത്തോടെ അവരിങ്ങനെ നിൽക്കുമ്പോഴാണ് വാസ്തവത്തിൽ ദൈവം ഇടപെടുന്നത്. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. 1-ാം അധ്യായത്തിൽ നാം കാണാൻ കഴിയുന്നത് ദൈവസന്നിധിയിൽ ശുശ്രൂഷയ്ക്കായി ചീട്ട് കിട്ടിയത് പ്രായാധിക്യത്തില്ല, പ്രായസമയത്താ. ഹല്ലേലൂയ. ആ ശുശ്രൂഷയോട് കാംക്ഷിച്ചുകൊണ്ട്, ആ ശുശ്രൂഷ ആഗ്രഹിച്ചുകൊണ്ട് എന്ത് ചെയ്തു? ആത്മാവ് വന്നിട്ട് പറയുക, തന്റെ ദൂതൻ വന്നിട്ട് പറയുക, അതെ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി. നാം എല്ലാവരും പറയാറില്ലേ, ഈ പ്രായമായിട്ട് ഇതൊക്കെ കിട്ടിയിട്ട് എന്നാ കിട്ടാനാ? ഞാൻ പ്രായം ചെന്നിട്ട് എനിക്ക് വിടുതൽ കിട്ടിയിട്ട് എന്നാ വാങ്ങാനാ? ഈ കഴിഞ്ഞ സമയങ്ങൾ മുഴുവനും ഞാൻ അനുഭവിച്ചത് എല്ലാത്തിന്റെ ഉത്തരം പ്രായമായി കിട്ടിയിട്ട് എന്നാ കിട്ടാനാ? നമ്മൾ പറയാറുണ്ട്, പല ആളുകളും അങ്ങനെ ചിന്തിക്കാറുണ്ട്. എന്നാൽ ഇന്ന് പകർക്കാൻ ദൈവത്തിൻ്റെ ഒരു സമയമുണ്ട്. സ്തോത്രം. ആ സമയമാകുമ്പോൾ കൃത്യമായി ഇതെല്ലാം തരും. ഒരു കാര്യം ഉറപ്പാണ്, ഇത് തരുമെന്നറിഞ്ഞുകൊണ്ട്, ഇത് കിട്ടുമെന്നറിഞ്ഞുകൊണ്ട്, ലഭിക്കുമെന്നറിഞ്ഞുകൊണ്ട് വിശ്വാസത്തോടെ എല്ലാ ക്ലേശങ്ങളും സഹിച്ച്, കഷ്ടങ്ങൾ സഹിച്ച് നീ ദൈവനാമത്തെ ഉയർത്തിക്കൊണ്ട്, എൻ്റെ ഭാഷ പറഞ്ഞ ഇത് വിശ്വാസത്തോടെ ചുമന്നുകൊണ്ട് നടന്നാൽ നിന്റെ തലമുറയെ ദൈവാത്മാവത്തോടും ഹല്ലേലൂയ വിശ്വസിക്ക്. ചില തലമുറകളുടെ സന്താനങ്ങളുടെ അനുഗ്രഹങ്ങൾ വെളിപ്പെടുകയാ. ഹല്ലേലൂയ. സന്താനങ്ങൾ ഉള്ളവരായി ചില തലമുറകൾ തീരുകയാണ്. സ്വത്രം. നോക്കിക്കേ, ദൈവം ഇടപെട്ടിട്ട് അവർക്കൊരു തലമുറയെ കൊടുത്തു. നമുക്കറിയാം, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരായ ഹല്ലേലൂയ, സ്ത്രീകളിൽ നിന്ന് ജനിച്ച ഹല്ലേലൂയ വലിയവന്മാരിൽ നിന്ന്, അല്ലേ? സ്വത്രം. അങ്ങനെയല്ലേ വാക്യം? ഹല്ലേലൂയ. ആ വലിയവൻ മറ്റാരുമില്ല യോഹന്നാനേക്കാൾ, അല്ലേ? സ്വത്രം. സ്ത്രീകളിൽ നിന്ന് ജനിച്ച യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. ഹല്ലേലൂയ. അപ്പോൾ ദൈവം അവർക്കൊരു ഒരു തലമുറയെ കൊടുത്തു. അവന്റെ പേരാണ് യോഹന്നാൻ. സ്വത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട
അഭിഷിക്തനെ അവർക്ക് ദൈവം കൊടുത്തു. സ്വോത്രം പറയുന്നില്ല. ഹല്ലേലൂയ. നോക്കിക്കേ, ഈ മനുഷ്യൻ ഹല്ലേലൂയ 1-ാം അധ്യായത്തിന്റെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ കാണുന്നതിന്റെ 1-ന്റെ 71 വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: തന്റെ ദാസനായ ദാവീദിന്റെ ഗൃഹത്തിൽ നമ്മുടെ രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നു. ഒരു സ്വോത്രം പറഞ്ഞാട്ടെ. ആ സെക്കറിയാവ് എന്ന് പറയുന്ന മനുഷ്യൻ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കണ്ടിട്ട്, അത്ഭുതങ്ങൾ തന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടപ്പോൾ ദൈവസന്നിധി പാടിക്കൊണ്ട് പറയുകയാണ്: തന്റെ ദാസനായ ദാവീദിന്റെ ഗൃഹത്തിൽ നമ്മുടെ രക്ഷയുടെ കൊമ്പ് ഉയർത്തിയിരിക്കുന്നു. ഒരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. വായിച്ച സങ്കീർത്തനത്തിൽ എന്താണ് പറഞ്ഞത്? നിന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് വയ്ക്കാൻ ദൈവത്തെ കൃത്യമായി സേവിക്കുന്ന, കൃത്യമായി ആരാധിക്കുന്ന, ദൈവത്തിന് വില കൊടുക്കുന്ന, ദൈവമക്കൾക്ക് വില കൊടുക്കുന്ന, ദൈവദാസന്മാർക്ക് വില കൊടുക്കുന്ന നിന്റെ കൊമ്പിന് എൻ്റെ ദൈവം ഉയർത്തുക തന്നെ ചെയ്യും. അത് പ്രായമൊന്നും വിഷയമല്ല കേട്ടോ, അത് പ്രായമൊന്നും വിഷയമല്ല. ഇന്ന് വയ്ക്കാൻ നിന്റെ കൊമ്പിന് അവൻ ബഹുമാനത്തോടെ ഉയർത്തുക തന്നെ ചെയ്യും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. നോക്കിക്കേ, മർക്കോസിന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 15-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 15-ാം അധ്യായത്തിന്റെ 15-ന്റെ 21-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. 15-ാം അധ്യായം 21-ാമത്തെ വാക്യം: അലക്സാണ്ടറിന്റെയും രൂഫോസിന്റെയും അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശീമോനെ അവന്റെ ക്രൂശ് ചുമപ്പാൻ അവർ നിർബന്ധിച്ചു. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഈ സ്തോത്രം പോരാ കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാലങ്ങളായി ഇന്നും പലരുടെ പുറകെ ദൈവവും ദൈവസഭയും ദൈവമക്കളും ഒക്കെ നിർബന്ധിച്ച് നടക്കുക. നീ ഇത് ചെയ്യ്, നീ പ്രാർത്ഥിക്ക്, സ്തോത്രം പറയും, നീ ശുശ്രൂഷിക്ക്, നീ പ്രാർത്ഥിക്ക്, ഒരു വാക്യം വായിക്ക്, ഹല്ലേലൂയ, പാട്ട് പാട്, ആരാധിക്ക്. ഇത് നമ്മുടെ ദേവദാസന്മാരെ ശുശ്രൂഷയായിപ്പോയി. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയുന്നത്, നമ്മൾ ഡ്രില്ല് മാസ്റ്റർ കളിക്കുക. എന്താ ചെയ്യേണ്ടത്? കൈയടിച്ചേ, സ്തോത്രം പറഞ്ഞേ എന്ന് വെച്ചാൽ ഡ്രില്ല് മാഷ് ആകുകയാണ്. ഡ്രില്ല് പഠിപ്പിക്കുക. എന്താ? കൈയടിച്ചേ, സ്തോത്രം പറഞ്ഞേ, അല്ലേ? സ്തോത്രം നിർബന്ധിക്കുകയാണ്. സ്തോത്രം പറയുന്നു, നിർബന്ധിക്കുകയാണ്. സ്തോത്രം. ഒരു മനുഷ്യനെ യേശുവിനെ ക്രൂശിൽ ചുമപ്പിച്ചുകൊണ്ട് തൻ്റെ ശരീരത്തിൽ അടികളേറ്റ് ശരീരം മുഴുവനും ആ രക്തം വാർന്നൊഴുകി തൻ്റെ ശരീരം തലമേൽ ഹല്ലേലൂയ ഈ പറയുന്ന മുൾക്കിരീടമൊക്കെ വെച്ചുകൊണ്ട് യേശു ഇങ്ങനെ വരികയാണ്, ഈ ക്രൂശ് ചുമന്നുകൊണ്ട്. നോക്കിക്കേ, ഹല്ലേലൂയ. യേശുവിൻ്റെ ശരീരത്തിൽ നിന്നും ഇങ്ങനെ വിട്ട് രക്തങ്ങൾ ഇങ്ങനെ വാർന്നൊഴുകുകയും തൻ്റെ ശരീരത്തിൽ ഒരു ക്രൂശ് ഇങ്ങനെ വെച്ചുകൊണ്ട്, അതിഭാരമേറിയ ഒരു ക്രൂശ് വെച്ചുകൊണ്ട് അതിനെ ചുമന്നുകൊണ്ട് കാൽവറി മലയിലേക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് യേശു വീഴുമ്പോൾ നിൽക്കുമ്പോൾ ചാട്ടമാറും കൊണ്ട് അടി വീഴും. സഹോദരം, ഹല്ലേലൂയ. അങ്ങനെ ഈ ക്രൂശ് ചുമന്ന് യേശുവിന് നടക്കാൻ കഴിയില്ല എന്ന് തോന്നിയ സമയത്ത്, ഇനി ഒരടി പോലും യേശുവിന് ഈ ക്രൂശും ചുമന്നുകൊണ്ട് നടക്കാൻ പറ്റില്ല എന്ന് തോന്നിയ സമയത്ത് ഈ ക്രൂശെ ഒന്ന് താങ്ങി പിടിക്കാൻ ഒരാളെ അന്വേഷിച്ചു. സ്തോത്രം പറയുന്നില്ല. കാരണം മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്നാണ് പറയുന്നത്. സ്തോത്രം. അപ്പോൾ ശപിക്കപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഒരു ശുശ്രൂഷ ആർക്ക്? എന്ത് കൊടുത്തത്? ശിക്ഷയാ ആർക്ക് കൊടുത്തത്? യേശുവിന് കൊടുത്തത്. അപ്പോൾ ഈ ശാപത്തിൻ്റെ ക്രൂശ് പിടിക്കാൻ എന്തില്ല, ആരും തയ്യാറാകത്തില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ ഇങ്ങോട്ട് വരുന്നത്. സ്തോത്രം. അവൻ എവിടുന്ന വരുന്നത്? സ്തോത്രം. വയലിൽ നിന്ന്. നമ്മൾ പറയുന്നത്, നമ്മളിപ്പോൾ ആ താഴോട്ട് ചെല്ലുമ്പോൾ കാണുമ്പോൾ ആ പാടത്തിനകത്ത് ഒരാൾ പണിതുകൊണ്ടിരിക്കുന്നു. ആ പണി കഴിഞ്ഞ് നേരെ കയറി വരുന്ന കോലമാണെന്നല്ല നമ്മൾ വിചാരിക്കുന്നത്, അല്ലേ? സത്യത്തിൽ വയലെന്ന് പറയുന്നത് അങ്ങനെ ഒരു കണ്ടമല്ല, നമ്മൾ കാണുന്ന പാടമല്ല. സ്തോത്രം പറയുന്നില്ല. ആ വയലിൽ എന്ന് പറയുന്ന ഭാഗത്ത് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ഒരു പദമുണ്ട്, കൗൺട്രി എന്ന. കൗൺട്രി എന്ന് വെച്ചാൽ കൺട്രി അല്ല, COUNTRY എന്ന് വെച്ചാൽ ആ പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം
നാട്ടിൻപുറം വന്നു. നാട്ടിൻപുറം, സ്തോത്രം. കൗൺട്രി എന്ന് എഴുതിയ നാട്ടിൻപുറം എന്ന് വെച്ചാൽ വയലെന്ന് പറഞ്ഞാൽ അവിടെ കൊടുത്തിരിക്കുന്ന ഭാഗത്ത് നാട്ടിൻപുറം എന്നാണ്, സ്തോത്രം. അതായത് പെസഹ പെരുന്നാളിൽ നമുക്കറിയാം പല ദേശത്തിൽ, പല രാജ്യത്തിൻ്റെ പല ദിക്കിൽ നിന്നും യഹൂദന്മാർ ഒന്നിച്ചു കൂടും, സ്തോത്രം. ഒന്നിച്ചു കൂടുമ്പോൾ AD 70 ചിതറിപ്പോയ യഹൂദന്മാരുടെ കൂട്ടത്തിൽ ഷീമോൻ എന്ന് പറയുന്ന മനുഷ്യൻ പോയി താമസിച്ചത് ആഫ്രിക്കയിലെ ലിബിയയുടെ അടുത്തുള്ള കുറേന എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്, സ്തോത്രം. അപ്പോൾ കുറേന എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ഇവിടെ എറണാകുളത്ത് ഒരു മനുഷ്യൻ വന്ന് താമസിച്ചെന്ന് പറഞ്ഞതുപോലെ ചിതറിപ്പോയ കൂട്ടത്തിൽ ഒരാൾ പോയി പാർത്ത സ്ഥലമാണ് കുറേന, സ്തോത്രം പറയുന്നില്ല. അപ്പോൾ ലിബിയയ്ക്ക് അടുത്തുള്ള ആഫ്രിക്കൻ രാജ്യത്തിലാണ് ഇദ്ദേഹം പോയി പാർത്ത. അപ്പോൾ അദ്ദേഹം എവിടുത്തുകാരനായി? കുറേനക്കാരനായി, സ്തോത്രം. പക്ഷേ അദ്ദേഹം ആരാണ്? യഹൂദനാണ്, സ്തോത്രം. അപ്പോൾ എന്തിനാണ് അവിടെ വന്നത്? ആ പെസഹ പെരുന്നാൾ നടക്കുകയാണ്. അപ്പോൾ പെരുന്നാളിൻ്റെ സമയത്ത് ഇവർ വരുമ്പോൾ ഇങ്ങനെ ഈ വിവിധ രാജ്യങ്ങളിൽ ചിതറിക്കിടക്കുന്ന ആളുകൾ വരുമ്പോൾ ഇവരെല്ലാം തമ്പടിച്ച്, അത് നമുക്കറിയാം, ഈ നാടോടികൾ വന്ന് കിടക്കുന്നത് പോലെ തമ്പടിച്ച് പെട്ടെന്ന് താമസിക്കാനും പെട്ടെന്ന് അടിച്ചു മാറ്റാനും കഴിയുന്ന വിധത്തിലൊക്കെ തമ്പടിച്ച് ഒരു കൂടാരങ്ങളൊക്കെ അടിച്ച് താമസിക്കാറുണ്ട്. അങ്ങനെ താമസിക്കുന്ന ഒരു പ്രദേശമാണ് ആ സ്ഥലം എന്ന് പറയുന്നത്, വയലെന്ന് പറയുന്ന ആ സ്ഥലം, സ്തോത്രം. അപ്പോൾ ഇത് നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ തരികയാണ്. അങ്ങനെ താമസിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആ വീടിൻ്റെ മുകൾ വശത്ത്, അല്ലെങ്കിൽ അവർക്ക് കാണാൻ കഴിയുന്ന, കേൾക്കാൻ കഴിയുന്ന ദൂരത്ത് എന്തൊക്കെയോ ശബ്ദകോലാഹലങ്ങൾ കേൾക്കുകയാണ്. നോക്കിക്കേ, അവരുടെ കൂടാരവാതിക്കൽ നിന്ന് നോക്കുമ്പോൾ കുറേയധികം ആളുകൾ ആരൊക്കെയോ ഹല്ലേലൂയ, ആരൊക്കെയോ അടിക്കുന്നു, ആരൊക്കെയോ ഹല്ലേലൂയ നിലവിളിക്കുന്നു, വലിയൊരു നിലവിളി ശബ്ദമുയരുന്നു, കരച്ചിൽ കേൾക്കുന്നു. ഇതെന്താണെന്ന് കാണാൻ കുറേനക്കാരനായ ഷീമോൻ എന്ത് ചെയ്യുക? നടന്നടുത്ത് വരികയാണ്. അവിടെ കണ്ടിട്ടില്ലാത്ത, പരിചയമില്ലാത്ത മുഖം കണ്ടുകൊണ്ട് എന്ത് ചെയ്തു? പടയാളികൾ അവനെ നിർബന്ധിച്ച് ഇത് ക്രൂശ് പിടിക്കാൻ പറഞ്ഞു, സ്തോത്രം. നോക്കിക്കേ, ആ നിർബന്ധത്താൽ, അവരുടെ നിർബന്ധം വഴങ്ങി യേശുവിന്റെ ക്രൂശ് താങ്ങിക്കൊണ്ട് കാൽവറി മല വരെ ഈ യേശുവിന്റെ ക്രൂശിനെ ഒരറ്റം ഒന്ന് പിടിച്ചു കൊടുത്തു, സ്തോത്രം പറഞ്ഞേ, സ്തോത്രം പറയുന്നില്ല. നോക്കിക്കേ, ഇത് കഴിഞ്ഞിട്ടുള്ള ഈ മനുഷ്യന്റെ വരവ് തൻ്റെ വീട്ടിലേക്ക് താൻ കടന്നു വരികയാണ്. എന്താണെന്നറിയാമോ? വളരെ വേദനയോടെ. ഇന്നലെ ജിൻസമ്മ ചേച്ചി ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി വന്നതുപോലെ അവിടെയുള്ള ആ കാഴ്ചയൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്തു? ഹല്ലേലൂയ, പേടിച്ചിട്ട്, ഹല്ലേലൂയ, വരണ്ട്, ഹല്ലേലൂയ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അത് കാണാൻ പറ്റുന്നില്ല, മുറിച്ച് വെച്ചിരിക്കുന്നു, അല്ലേ, സ്വത്രം, ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്നു. അങ്ങനെയൊക്കെ ആൾക്കാരെ കണ്ടിട്ട് എന്ത് ചെയ്തു? വേദനയോടെ വന്നതുപോലെ ഈ മനുഷ്യൻ തൻ്റെ വീട്ടിലേക്ക് ഓടിച്ചെല്ലുകയാണ്. നോക്കിക്കേ, 2 കുഞ്ഞുങ്ങളും തൻ്റെ ഭാര്യയും കൂടെ നോക്കിയപ്പോൾ അങ്ങോട്ട് പോയ പോലെ അല്ല, ഈ മനുഷ്യൻ്റെ കോലത്തിലൊക്കെ ആകപ്പാടൊരു വ്യത്യാസം. നോക്കുമ്പോൾ ശരീരം മുഴുവനും രക്തം കുളിച്ച് നിൽക്കുക. ഒരു സ്തോത്രം പറയുന്നേ. ശരീരത്തിലെ വസ്ത്രത്തിലും തൻ്റെ ദേഹത്തും മുഖത്തുമൊക്കെ കയ്യിലുമൊക്കെ രക്തം പുരണ്ട് നിൽക്കുകയാണ്. ഈ കാഴ്ച കണ്ടപ്പോൾ പിള്ളേര് പേടിച്ച്, ഭാര്യയും പേടിച്ചു, നിലവിളിച്ചുകൊണ്ട് ചോദിച്ചു, എൻ്റെ മനുഷ്യനെ നിങ്ങൾക്കെന്ത് പറ്റി? ഹല്ലേലൂയ. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഒരു മനുഷ്യനെ ക്രൂശിക്കുവാൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്, യേശു എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അത് രാജാവും എന്നൊക്കെ അവർ വിളിച്ചു പറയുന്നുണ്ട്. ആ മനുഷ്യനെ വളരെ അധികം ക്രൂരമായി മർദ്ദിച്ച് തൻ്റെ ശരീരത്തിൽ അടികളേറ്റ മുറിവുകളോടെ അദ്ദേഹത്തെ ക്രൂശ് ചുമന്നുകൊണ്ട് പോയപ്പോൾ അതിന് ഭാരമായി നടക്കാൻ കഴിയില്ല എന്ന് കണ്ടപ്പോൾ അവരെന്നെ നിർബന്ധിച്ച് പിടിപ്പിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും, ആ ക്രൂശിൽ നിന്നും ഒഴുകിയ രക്തമാണ് ഈ കാണുന്നതെന്ന് പറഞ്ഞ് തൻ്റെ മക്കളുടെ മുമ്പിലേക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അവർ പേടിച്ചില്ല. തൻ്റെ അപ്പൻ ചെയ്തതിനെ ഓർത്ത് അവർ അഭിനന്ദിച്ചുകൊണ്ട് അപ്പനെ വീടിനകത്ത് ചേർത്ത് നിർത്തി. മറ്റൊരാളുടെ ശരീരത്തിലെ രക്തം വീണല്ലോ, നിങ്ങൾ പുറത്തോട്ട് പോ, ഇനി ഇങ്ങോട്ട് കയറണ്ട എന്നൊന്നും പറഞ്ഞില്ല. അവർക്ക് അറിവുണ്ടെങ്കിൽ അവർ പറഞ്ഞേനെ, ക്രൂശ് ചുമക്കുന്നവർ ശപിക്കപ്പെട്ടവരാണ്, അതിന് പിടിക്കാൻ പോയ നിങ്ങൾ ഇനി ഞങ്ങളുടെ വീട്ടിൽ കയറണ്ട എന്ന് പറഞ്ഞ് ഭാര്യയും മക്കളും ഒഴിവാക്കി വിട്ടില്ല. അപ്പൻ ചെയ്ത പ്രവൃത്തിയെ അഭിനന്ദിച്ചുകൊണ്ട് ആ മക്കൾ 2 പേരും ചേർത്തങ്ങോട്ട് പിടിച്ചു. തന്റെ ഭാര്യയും ഓടി വന്ന് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ നല്ല കാര്യം ചെയ്തു. ഉത്തരം പറയുന്നില്ല.
ഇനി ഇതിൻ്റെ വെളിപ്പാട് ഞാൻ പറഞ്ഞു തരാം, ഇതിൻ്റെ മർമ്മം കൂടി ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ സഹോദരി വായിക്കണം റോമാലേഖനത്തിൻ്റെ ഹല്ലേലൂയ 16-ാമത്തെ 13-ാമത്തെ വാക്യം വായിച്ചട്ടെ. റോമാലേഖനം 16-ാമത്തെ 13-ാമത്തെ വാക്യം. ഞാൻ ഈ പറഞ്ഞ ചരിത്രം വിട്ടുപോകരുത്. നോക്കിക്കേ, അപ്പൻ കയറി വന്ന കോലം കണ്ടിട്ട് തൻ്റെ ഭാര്യ തന്നെ ഒഴിവാക്കിയില്ല, തൻ്റെ മക്കൾ തന്നെ മാറ്റി നിർത്തിയില്ല. ആ അപ്പൻ ചെയ്ത പ്രവൃത്തി ഓർത്ത് അവരപ്പനെ അഭിനന്ദിച്ചുകൊണ്ട് തൻ്റെ അപ്പനോട് ചേർന്നങ്ങോട്ട് നിന്നു. ആ കുടുംബത്തിൽ അന്ന് ചെയ്തത് അപ്പുറത്തെ കൂടാരത്തിലുള്ളവരോ ഇപ്പുറത്തെ കൂടാരത്തിലുള്ളതോ അന്ന് ഹല്ലേലൂയ താൻ ക്രൂശിന് ചേർന്ന് പിടിച്ചുകൊണ്ടുപോയപ്പോൾ കൂടെ നിന്നവരോ ആരും ഒന്നും പറഞ്ഞില്ല. ആ കുടുംബം മാത്രം അന്ന് രാത്രി മുഴുവനും ആ മനുഷ്യനെ ഓർത്തുകൊണ്ട്, ക്രൂശിക്കിടന്ന മനുഷ്യനെ ഓർത്തുകൊണ്ട്, അല്ലെങ്കിൽ ക്രൂശിച്ച മനുഷ്യനെ ഓർത്തുകൊണ്ട് ഒരു പക്ഷെങ്കിൽ വിലപിച്ചു കാണും. എന്നാൽ ആ കുടുംബത്തെ എന്റെ ദൈവം പ്രസിദ്ധമാക്കി. ഒന്ന് വായിച്ചേ റോമാലേഖനം ഹല്ലേലൂയ 16-ാം അധ്യായം 13-ാമത്തെ വാക്യം പറഞ്ഞേ. വായിച്ചേ. നോക്കിക്കേ, എന്താ പദം പറഞ്ഞത്? കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസ്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. മർക്കോസിന്റെ സുവിശേഷം എന്താണ് വായിച്ചത്? മർക്കോസ് സുവിശേഷത്തിൽ എന്താണ് കണ്ടത്? ഹല്ലേലൂയ അതിന്റെ മർക്കോസ് സുവിശേഷം 15-21 വാക്യം എന്താണ് വായിച്ചത്? അലക്സാണ്ടറിന്റെയും റൂഫോസിന്റെയും അപ്പൻ. അപ്പൊ ആ മകനെ എന്ത് ദൈവം അനുഗ്രഹിച്ചു? ആ മകനെ എങ്ങനെ അനുഗ്രഹിച്ചു? അവനെ കർത്താവിൽ പ്രസിദ്ധനാക്കി. ഒരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ കുറേനക്കാരനായ ശീമോന്റെ മകനായ റൂഫോസിനെ എന്റെ ദൈവം അനുഗ്രഹിച്ചെന്ന് ഒരു സ്തോത്രം പറഞ്ഞേ. ഏകദേശം 37 പേരുടെ കാര്യം അവിടെ പറയുന്നുണ്ട്. 37 പേരുടെ പേരവിടെ പറയുന്നുണ്ട് ആ വായിച്ചതായ റോമാലേഖനത്തിൽ. എന്നാൽ അവിടെ ഒന്നും ആർക്കും കൊടുക്കാത്ത ഒരു ഇനീഷ്യൽ അവന് കൊടുത്തു. എന്താണെന്നറിയാമോ? അവൻ കർത്താവിൽ പ്രസിദ്ധനായി. ഒരു സ്തോത്രം പറ. സ്വോത്രം 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 സ്വോത്രം. 37 പേരുടെ പേരവിടെ കൊടുത്തു. പക്ഷെങ്കിൽ റൂഫോസിന്റെ പേരിന്റെ കൂടെ ഒരു ഇനിഷ്യൽ കൊടുത്തു. അവൻ കർത്താവിൽ പ്രസിദ്ധനായി. ദൈവത്തിന്റെ വൈദ്യരെ കർത്താവിന്റെ ക്രൂശിന്റെ ഓരോത്തൊന്ന് ചേർന്ന് നിന്നപ്പോ അവന്റെ ശരീരത്തിൽ നിന്ന് പാഞ്ഞൊഴുകിയ രക്തം, തെറിച്ചു വീണ രക്തം തന്റെ ശരീരത്തിൽ ഏറ്റെടുത്തപ്പോ അവന്റെ തലമുറയെ കർത്താവിൽ ദൈവം പ്രസിദ്ധനാക്കിയെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവിന്റെ രക്തത്തിൽ വീണ്ടെടുപ്പ് ഭാവിച്ച് എന്റെയും നിന്റെയും തലമുറയെ എന്റെ ദൈവം അനുഗ്രഹിക്കാതിരിക്കുമോ? എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ആ കരമൊന്ന് ചേർത്തടിച്ച് ഈ വചനമൊന്ന് ഏറ്റെടുത്ത് എന്റെ ദൈവത്തിന്റെ പൈതലേ, നീ കർത്താവിന് വേണ്ടി നിന്നതുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എത്ര പേർക്ക് സന്തോഷമുണ്ട്? എന്ന് പറയാൻ എത്ര പേര് സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഞാൻ എൻ്റെ കർത്താവിൻ്റെ ക്രൂശിനൊന്ന് ചേർന്ന് നിന്നതുകൊണ്ട്, കർത്താവിൻ്റെ ക്രൂശിനൊന്ന് ചേർന്ന് നിന്നുകൊണ്ട് റൂഫോസിനെ അവൻ്റെ ഹല്ലേലൂയ ശീമോന്റെ മകനെ ദൈവം കർത്താവിൽ പ്രസിദ്ധനാക്കി. ഒരു സ്തോത്രം പറ. അവൻ്റെ അമ്മയെയും പ്രസിദ്ധമാക്കി. ഹല്ലേലൂയ. വളരെ മുമ്പാകെ അവർ വന്ദനത്തിന് അവർ യോഗ്യമായി തീർന്നെങ്കിൽ, ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല. ഹല്ലേലൂയ. അന്ന് രാത്രിയിൽ, ഏത് രാത്രിയിൽ? യേശുവിനെ ക്രൂശിച്ച ആ സന്ധ്യയിൽ ഹല്ലേലൂയ യേശുവിന്റെ വസ്ത്രമേ ചുമന്നപ്പോ തന്റെ വസ്ത്രത്തിന്മേൽ വീണതായ ആ രക്തക്കറയും കൊണ്ട് തന്റെ വീടിനകത്തേക്ക് ചെന്നപ്പോൾ ആ കുടുംബം അവനെ ഒഴിവാക്കിയില്ലെന്ന്. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലായോ? സ്തോത്രം. നീ കർത്താവിന് വേണ്ടി നിന്നപ്പോ, നീ കർത്താവിന് അങ്ങനെ ശീമോന് ഒരു ഓരം ചേരാനേ സാധിച്ചുള്ളൂ. ഇന്ന് വാസ്തവത്തിൽ നമ്മൾ അവനെ ധരിച്ചുകൊണ്ട് ജീവിക്കുമല്ലേ? നമ്മുടെ കർത്താവിനെ നമ്മൾ ധരിച്ചുകൊണ്ടല്ലേ ജീവിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടാതിരിക്കുമോ? ഞാൻ ദൂത് കൈമാറുന്നത്, ഇതിനകത്ത് ചില തലമുറകൾ കർത്താവിൽ പ്രസിദ്ധരാകും. തലമുറകൾ കർത്താവിൽ പ്രസിദ്ധരാകും. നീ കർത്താവിന് വേണ്ടി നിൽക്കുന്നതുകൊണ്ട്, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ട് നിന്റെ തലമുറയെ ദൈവം അനുഗ്രഹിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ചില ശുശ്രൂഷക്കാരും ചില ശുശ്രൂഷക്കാരികളും ഇതിനകത്ത് എഴുന്നേക്കാൻ പോവുക. ഹല്ലേലൂയ. ദൈവം നിന്നെ ആത്മാവിൽ നിറയ്ക്കാൻ പോവുകയാണ്. തലമുറകളെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. കർത്താവിൽ പ്രസിദ്ധരായി എന്റെ കുഞ്ഞുങ്ങൾ തീരുകയാണ്. ഹല്ലേലൂയ. നമുക്ക് നിങ്ങൾക്ക് സംശയം ഉണ്ടാകും, ഒരു കുഞ്ഞിൻ്റെ കാര്യമല്ലേ പറഞ്ഞോളൂ. ഹല്ലേലൂയ. അലക്സാണ്ടറിൻ്റെ കാര്യം എങ്ങനെ രേഖപ്പെടുത്തുന്നില്ലല്ലോ. ഹല്ലേലൂയ. അലക്സാണ്ടറെ കുറിച്ച് ജോസീഫസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ താൻ എഴുതിയ ചരിത്രത്തിനകത്ത് എഴുതിയിരിക്കുന്നു. ഒരു രാജ്യത്തിൻ്റെ
ഗവർണറായി അലക്സാണ്ടറിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. തലമുറകളെ ദൈവം എത്ര അധികം മാനിച്ചു. ആ ക്രൂശിൻ്റെ ഓരോന്ന് ചേർന്നപ്പോൾ, ആ ക്രൂശിൽ നിന്ന് പാഞ്ഞ രക്തം തൻ്റെ ശരീരത്തിൽ ഒന്ന് വീണപ്പോൾ, ഹല്ലേലൂയ, അത് ഏറ്റെടുക്കാൻ, അക്സെപ്റ്റ് ചെയ്യാൻ ആ കുടുംബം തയ്യാറായപ്പോൾ ആ കുടുംബത്തിന് ഛായ മാറി, ആ രൂപം മാറി. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പൈതലേ, നീ ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട്, ഹല്ലേലൂയ, യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവത്തിൻ്റെ പൈതലാണോ നീ? ആ കർത്താവിനെ ധരിച്ചത് കൊണ്ട് നിനക്ക് നഷ്ടമല്ല, നിന്റെ തലമുറകൾക്ക് അനുഗ്രഹമാണ്. നേരുള്ളവർ തലമുറ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. അവയെ കരമടിച്ച് ആ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. കരമടിച്ചുകൊണ്ട് ആ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതലേ, നീ നേരോടെ വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ചാൽ നിന്റെ തലമുറയെ ദൈവം അനുഗ്രഹിക്കും. അപ്പോൾ സന്തതികളാൽ അനുഗ്രഹിക്കപ്പെട്ട ഹല്ലേലൂയ ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ഇന്ന് പകൽക്കാലം ക്രിസ്തുവിനോട് കൂടിയുള്ള ഈ ജീവിതം ഓർത്ത് നമുക്ക് തോന്നിയേക്കാം ഇപ്പോൾ പോഷത്വമെന്ന് തോന്നിയേക്കാം. ഇപ്പോൾ അത് ഇപ്പോൾ ഇങ്ങനെ നടക്കുന്നതും ഇങ്ങനെ പാടുന്നതും കൊട്ടുന്നതും ഹല്ലേലൂയ നമുക്ക് വലിയ മെച്ചമൊന്നുമില്ല. നമ്മുടെ മറ്റുള്ള പള്ളികളും മറ്റുള്ള ഇടങ്ങളും ഒക്കെ നോക്കുമ്പോൾ നമുക്ക് വലിയ കുറവുകളൊക്കെ തോന്നിയേക്കാം. പക്ഷേ ഇന്ന് പകൽക്കാലം അറിഞ്ഞ സത്യത്തിൽ മറ്റേ ഭാഗ്യമായിട്ടുള്ള ഒന്നും നോക്കാതെ, ഹല്ലേലൂയ, ബിൽഡിംഗ് നോക്കാതെ, ആലയം നോക്കാതെ, ഹല്ലേലൂയ, മനുഷ്യനെ നോക്കാതെ, ഇന്ന് പകൽക്കാലം നീ ക്രിസ്തുവിനോട് കൂടെ നിന്നാൽ ഒരു കാലത്തും അവൻ നിന്നെ മറന്നു കളയാൻ അനീതിയുള്ള ദൈവമല്ല. അവൻ നമ്മെ തന്റെ നാമത്തോട് കാണിക്കുന്ന സ്നേഹ നിമിത്തം നമ്മെ മറന്നു കളയുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. നോക്കിക്കേ, ദാവീദിന് ഭക്ഷണം കൊടുത്ത ബർസല്ലായെ തൻ്റെ കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിച്ചു. അവർക്ക് ദയ കിട്ടി. സ്തോത്രം, ഹല്ലേലൂയ. എത്ര ഭരണാധികാരി മാറിയപ്പോഴും അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. നോക്കിക്കേ, ഹല്ലേലൂയ, ശാഫാത്തിന്റെ മകനായ ഏലീശയെ ദൈവം തെരഞ്ഞെടുത്തു. ഇന്ന് പകൽക്കാലം ക്രൂശ് ചുമന്ന ആ ഷീമോന്റെ മക്കളെ ദൈവം അനുഗ്രഹിച്ചു. ഇന്ന് പകൽക്കാലം ഈ ക്രൂശും കർത്താവിനെയും ചുമക്കുന്ന നമ്മെ എത്ര അധികം ദൈവം അനുഗ്രഹിക്കാതിരിക്കും. അത് വിശ്വസിക്കുന്നവർ കരമുയർത്തി സ്തോത്രം പറ. ഇന്ന് പകൽക്കാലം സന്തോഷത്തോടെ ചേർന്ന് നിന്നുകൊണ്ട് പറ, എൻ്റെ കർത്താവേ, ഞാൻ തയ്യാറാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെട്ട നമുക്ക് അത് ദൈവത്തിന്റെ ശക്തിയാണ്. എൻ്റെ അമ്മച്ചിക്കായി ഞാൻ സ്തോത്രം ചെയ്യുക. അപ്പോൾ ക്രൂശിന്റെ വചനം ഹല്ലേലൂയ അത് ഏറ്റെടുക്കാത്തവർക്കെല്ലാം അത് പോഷത്വമാണ്, സ്തോത്രം, നാശമാണ്. അതിന്റെ കാരണം ഇതാണ്, ക്രൂശിന്മേൽ തൂങ്ങുന്നവരെല്ലാം ശപിക്കപ്പെട്ടവനെന്ന അനുഭവമുള്ളപ്പോൾ ആ ക്രൂശ് ആ ശാപം നമ്മുടെ മേൽ നീക്കാൻ, ആ ശാപമെന്ന് ക്രൂശിലേക്ക് നമ്മുടെ കർത്താവായ യേശു തൻ്റെ ജീവനെ കൊടുത്തത്, അവനെ മറുവിലേക്ക് കൊടുത്തത് ഹല്ലേലൂയ നമ്മുടെ മേലുള്ള ശാപത്തെ തീർക്കാനാണ്. ഇന്ന് പകൽ നമ്മെ രക്ഷിച്ച ദൈവത്തെ, ഹല്ലേലൂയ, നമ്മുടെ കർത്താവിനെ നമ്മൾ ഹൃദയം കൊണ്ട് സ്തുതിക്കാം. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. യെസ്, കർത്താവ് നമ്മെ മറന്നു കളയാൻ അനീതിയുള്ള ദൈവമല്ല. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കെന്ന് ഞാൻ വിരമിക്കുന്ന സാക്ഷ്യത്തിനായി സമയങ്ങൾ വേർതിരിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.